ഹലോ ഗൈസ്, എല്ലാവർക്കും ഏതോ ജന്മ കൽപ്പന പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ അശ്വിനെ പറ്റി തന്നെ ആലോചിക്കുവാട്ടോ. അശ്വിൻ സാർ ഞാൻ പോകാൻ പോകുന്ന സമയത്ത് പോലും ഞാൻ പറയുന്നതൊന്നും മുഴുവൻ കേൾക്കാൻ കൂടി തയ്യാറായിരുന്നില്ല. പക്ഷേ ആ ഒരു സാറ് ഇന്നലെ വിളിച്ചിട്ട് എന്നോട് ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അതിലെന്തോ പന്തികേടുണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ സ്വയം പറയുന്നുണ്ട് ട്ടോ. അപ്പൊ അശ്വിൻ എന്തോ അപകടത്തിൽ തന്നെയാണ് നമ്മുടെ ശ്രുതിക്ക് ഏതാണ്ട് പോയി. അപ്പുറത്ത് നമ്മുടെ അശ്വിൻ ഇങ്ങനെ കസേരയിൽ നിന്ന് കെട്ട കഴിച്ചു മാറ്റി കസേരയൊക്കെ മാക്സിമം തള്ളി മറിച്ചൊക്കെ ഇട്ടിങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ശ്രുതി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിന് ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ പോലീസ് പറയുന്നുണ്ട്, ഇതിൽ ഞങ്ങൾ അന്വേഷണം തുടങ്ങിയാൽ ഞങ്ങൾക്ക് A to Z എല്ലാം അറിയേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വേണ്ട എന്നാ ഇവർക്ക് തൽക്കാലം കംപ്ലൈന്റ് കൊടുക്കണ്ട, വേറെ എന്തെങ്കിലും മാർഗം നോക്കാം എന്നും പറഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ന്യൂസ് പേപ്പർ കാണുകയും അവിടെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ഒരു ആഡും കാണുന്നുണ്ട് നമ്മുടെ ശ്രുതി. അങ്ങനെ തന്നെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഇത് കൊള്ളാലോ, ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി അവരെ വിളിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വഴി സക്സസ് ആകുമോ ഇല്ലയോ, നമ്മുടെ അശ്വിനെ രക്ഷിക്കാൻ ശ്രുതിക്ക് കഴിയുമോ ഇല്ലയോ എന്നാണ് ഒരു വലിയ ചോദ്യം അല്ലേ. അശ്വിനെ കണ്ടിട്ട് കുറെ ദിവസമായി നമ്മൾ പ്രേക്ഷകരല്ലേ കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.